ഹലോ നമസ്കാരം ഓൾ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സലാഡ് കുക്കുംബർ വിളവെടുപ്പിൻ്റെ വീഡിയോ ആണ്. നമ്മുടെ എല്ലാവരുടെയും തീൻമേശയിലെ ഒരു പ്രധാന വിഭവമാണല്ലോ സലാഡ് എന്ന് പറയുന്നത്. അതിലെ ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ സലാഡ് കുക്കുംബർ. വളരെ എളുപ്പത്തിൽ അധികം പരിചരണമൊന്നുമില്ലാതെ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇനമാണ് നമ്മുടെ സലാഡ് കുക്കുംബർ. നമ്മളിവിടെ ആകപ്പാടെ 5-6 മൂട് സലാഡ് കുക്കുംബർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നാലും ഏകദേശം 1.5 ദിവസങ്ങളിൽ നമുക്ക് ഏകദേശം 5-6 കിലോ കുക്കുംബർ വരെ നമുക്ക് ഇവിടെ കിട്ടാറുണ്ട്. നമുക്ക് അധികമായി കിട്ടുന്ന കുക്കുംബർ നമ്മളിവിടെ അടുത്തുള്ള കടയിൽ കൊണ്ടുപോയി കൊടുക്കും. എപ്പോഴും വളരെയധികം ഡിമാൻഡുള്ള ഒരു സാധനം തന്നെയാണ് നമ്മുടെ നാടൻ കുക്കുംബർ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഓരോരോ കുക്കുംബറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുക്കുംബർ ഒരുപാട് മൂത്ത് പോകരുത്. അതിൻ്റെ സലാഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ കുരു കടിക്കും. അതുകൊണ്ട് തന്നെ അധികം മൂത്ത് പോകാത്ത കുക്കുംബർ നമ്മൾ പറിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു മഴക്കാല സമയം കഴിഞ്ഞ് വരുന്ന ഈ ഒരു സമയത്ത് കുക്കുംബർ നടുമ്പോൾ അതിന് ഏറ്റവും ബെനിഫിറ്റുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കായ്ച്ചയുടെ ശല്യം വളരെയധികം കുറവായിരിക്കും. അതുപോലെ തന്നെ കേടുപാടുകളും വളരെ കുറവായിരിക്കും. വളരെ നല്ല രീതിയിൽ കായ്ക്കുകയും ചെയ്യും. നമ്മളെ ഇത് കൃഷി ചെയ്ത സമയത്ത് കിളുത്ത് വന്നതിന് ശേഷം കുറച്ച് കോഴിവളം മാത്രമാണ് ഇട്ടിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് വളപ്രയോഗങ്ങളോ മരുന്ന് പ്രയോഗങ്ങളോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് നമുക്ക് പച്ചയ്ക്ക് പോലും നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ അത് വേണമെങ്കിൽ പറിച്ച് കഴിക്കാം. നാലഞ്ച് മൂടിൽ നിന്ന് നമുക്ക് ഇത്രയധികം കുക്കുംബർ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ തൽക്കാലം ബൈ. താങ്ക് യു ആൾ.